വെറും 5 മിനിറ്റിലാണ് അറ്റ്ലാന്റയിൽ വിധി മാറ്റിയെഴുതപ്പെട്ടത്. ചത്ത് ചാമ്പലായി എന്ന് കരുതിയിടത്തു നിന്നുള്ള മികച്ച ഒരു കംബാക്ക്. എന്തുകൊണ്ടാണ് അർജന്റീന തിരിച്ചുവരവുകളുടെ രാജാവാകുന്നത് എന്ന് ഇതിലൂടെയും വ്യക്തമായിരിക്കുകയാണ്. 1966 ശേഷം ആദ്യമായി ലോകകപ്പ് കിരീടം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഉറച്ച, ഗാലറിയിൽ പാട്ടുപാടി നൃത്തം ചെയ്ത ഇംഗ്ലീഷ് ആരാധകരെ സാക്ഷി നിർത്തി ആ മാന്ത്രികൻ വീണ്ടും വിസ്മയം തീർക്കുകയായിരുന്നു. ഒരുപക്ഷെ ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നാടകീയമായ ഒരു അട്ടിമറി തിരിച്ചുവരവ്. തോൽവിയുടെ അരികിൽ നിന്നും നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ തകർത്ത ഫൈനലിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ അവിടെ കളിച്ചത് വെറുമൊരു ടീമല്ല. ലയണൽ സ്കലോണി എന്ന തന്ത്രശാലിയുടെ തലച്ചോറും ലയണൽ മെസ്സി എന്ന മിഷിഹായുടെ മാന്ത്രികതയും അവരുടെ പോരാളികളുടെ പോരാട്ട വീര്യവുമായിരുന്നു. കളി തുടങ്ങുന്നതിന് മുൻപ് തന്നെ തന്ത്രങ്ങളുടെ കാര്യത്തിൽ വലിയ തയ്യാറെടുപ്പുകളോടെയാണ് ഇരു ടീമുകളും ഇറങ്ങിയത്. ലോകകപ്പ് നിലനിർത്തുക എന്ന വലിയ ലക്ഷ്യത്തോടെ ഇറങ്ങിയ അർജന്റീനയുടെ പരിശീലകൻ ലയണൽ സ്കലോണി തന്റെ പതിവ് തന്ത്രങ്ങളിൽ ചില നിർണായക മാറ്റങ്ങൾ വരുത്തിയിരുന്നു. മധ്യനിരയിലെ എഞ്ചിനായ റോഡ്രിഗോ ഡി പോളിന് പരിക്കേറ്റതിനെ തുടർന്ന് ജിയൂലിയാനോ സിമിയോണിയെ ആദ്യ 11-ൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 4-4-2 ഫോർമേഷനിലാണ് സ്കലോണി ടീമിനെ വിന്യസിച്ചത്. മുന്നേറ്റത്തിൽ ലയണൽ മെസ്സിയും ജൂലിയൻ അൽവാരസും ഒരുമിച്ച് അണിനിരന്നു. മറുഭാഗത്ത് ഇംഗ്ലണ്ടിന്റെ പുതിയ തന്ത്രശാലിയായ കോച്ച് തോമസ് ടച്ചൽ മികച്ച പ്രതിരോധവും അതിവേഗ വിംഗ് മുന്നേറ്റങ്ങളും ലക്ഷ്യമിട്ടുള്ള 4-2-3-1 ഫോർമേഷനാണ് തിരഞ്ഞെടുത്തത്. ഹാരി കെയ്ൻ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ അന്തോണി ഗോർഡനും ജൂഡ് ബെല്ലിംഗ്ഹാമും മോർഗൻ റോജേഴ്സും ചേർന്ന മധ്യനിര ശക്തമായിരുന്നു. റീസ് ജെയിംസിനെയും അതുപോലെ തന്നെ ജഡ് സ്പെൻസിനെയും വിംഗ് ബാക്കുകളാക്കി അവർ സ്കലോണിയുടെ വിംഗ് അറ്റാക്കുകളെ പൂട്ടാൻ തുടക്കം മുതലേ തന്നെ ശ്രമിച്ചു. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഇരു ടീമുകളും കടുത്ത പ്രതിരോധമാണ് കാഴ്ചവെച്ചത്. ഇംഗ്ലണ്ടിന്റെ ഡെക്ലൻ റൈസും എലിയറ്റ് ആൻഡേഴ്സണും ചേർന്നുള്ള ഡബിൾ പിവറ്റ് മധ്യനിര മെസ്സിയെയും അൽവാരസിനെയും മാർക്ക് ചെയ്യുന്നതിൽ തുടക്കത്തിൽ വിജയിച്ചു. ആദ്യ പകുതിയിൽ പന്ത് കൂടുതൽ സമയം കൈവശം വയ്ക്കാൻ അർജന്റീനയ്ക്ക് സാധിച്ചു എങ്കിലും കാര്യമായ ഗോളവസരങ്ങൾ സൃഷ്ടിക്കാൻ ഇരു ടീമുകൾക്കും സാധിച്ചില്ല. എമിലിയാനോ മാർട്ടിനസിന്റെയും ജോർദാൻ പിക്ഫോർഡിന്റെയും മികച്ച പ്രകടനങ്ങൾ ആദ്യ പകുതി ഗോൾ രഹിതമായി അവസാനിക്കാൻ കാരണമായി. എന്നാൽ രണ്ടാം പകുതി ആരംഭിച്ചതോടെ കളി കൂടുതൽ വേഗത്തിലായി. മത്സരത്തിന്റെ 55-ാം മിനിറ്റിൽ സ്റ്റേഡിയത്തെ നിശബ്ദമാക്കിക്കൊണ്ട് ഇംഗ്ലണ്ട് ആദ്യ ഗോൾ നേടി. മോർഗൻ റോജേഴ്സ് നൽകിയ മനോഹരമായ ഒരു ക്രോസ് സ്വീകരിച്ച ആന്തോണി ഗോർഡൺ അർജന്റീനൻ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിനെ മറികടന്ന പന്ത് വലയിലാക്കി. ഈ ഗോളോടെ മത്സരത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഇംഗ്ലണ്ടിന്റെ കൈകളിലായി. ഈ സമയത്ത് ഇംഗ്ലണ്ട് ആരാധകർ ഗാലറിയിൽ ആഘോഷം തുടങ്ങിയിരുന്നു. 1966 ശേഷം ഒരു ലോകകപ്പ് ഫൈനൽ എന്ന അവരുടെ സ്വപ്നം വെറും 30 മിനിറ്റുകൾ മാത്രം അകലെയായിരുന്നു. ഗോൾ വഴങ്ങിയതോടെ അർജന്റീന വലിയ സമ്മർദ്ദത്തിലായി. ഇവിടെയാണ് ലയണൽ സ്കലോണി എന്ന ഇതിഹാസ പരിശീലകന്റെ തന്ത്രപരമായ ഒരു മികവ് വീണ്ടും ഒരിക്കൽ കൂടി നാം കണ്ടത്. ഇംഗ്ലണ്ട് പ്രതിരോധത്തിലേക്ക് വലിഞ്ഞ് കളി സമയം കളയാൻ ശ്രമിക്കുന്നത് കണ്ട സ്കലോണി പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ കൊണ്ടുവന്നു. 63-ാം മിനിറ്റിൽ ലിയാൻഡ്രോ പാരഡസിന് പകരം നിക്കോളാസ് ഗോൺസാലസിനെ കളത്തിലിറക്കി ആക്രമണത്തിന് മൂർച്ച കൂട്ടി. തുടർന്ന് 72-ാം മിനിറ്റിൽ ലിസാൻഡ്രോ മാർട്ടിനസ്, സിമിയോണി, നഹിയേൽ മൊലീന എന്നിവരെ പിൻവലിച്ച പ്രതിരോധ നിരയിൽ നിക്കോളാസ് ഒറ്റമെൻഡിയെയും വിംഗ് ബാക്കായി ഗോൺസാലോ മൊണ്ടിയലിനെയും മധ്യനിരയിൽ കളിമെനയാൻ റോഡ്രിഗോ ഡി പോളിനെയും ഒന്നിച്ച കളത്തിലിറക്കുന്നു. ഈ ട്രിപ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഇംഗ്ലണ്ടിനെ പ്രതിരോധത്തിലാക്കി. കൂടാതെ 80-ാം മിനിറ്റിൽ പ്രതിരോധ താരം ടഗ്ലിയാഫിയോയ്ക്ക് പകരം സ്ട്രൈക്കർ ലോട്ടറോ മാർട്ടിനസിനെ കൂടി ഇറക്കി സ്കലോണി തന്റെ ആക്രമണ പദ്ധതി പൂർത്തിയാക്കി. മറുഭാഗത്ത് ഇംഗ്ലണ്ട് പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് വലിഞ്ഞു. ഗോർഡനെ പിൻവലിച്ച പ്രതിരോധ താരം എസ്രി കാൻസയെ ഇറക്കി 5 ഡിഫൻഡർമാരുള്ള 5-3-2 ഫോർമേഷനിലേക്ക് ടച്ചൽ മാറി. എന്നാൽ അർജന്റീനയുടെ നിരന്തരമായ സമ്മർദ്ദത്തിന് മുന്നിൽ ഇംഗ്ലണ്ടിന് അധിക നേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. 76-ാം മിനിറ്റിൽ അലക്സിസ് മാക് അലിസ്റ്ററിന്റെ ഒരു ഹെഡർ പോസ്റ്റിൽ തട്ടി തെറിച്ചത് ഇംഗ്ലണ്ടിന് താക്കീതായിരുന്നു. തുടർന്ന് കളി അവസാനിക്കാൻ വെറും 5 മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് ലയണൽ മെസ്സി എന്ന മാതൃകൻ തന്റെ വിശ്വരൂപം പുറത്തെടുത്തത്. കാട്ടുതീ പോലെ പടരുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് മെസ്സി. 85-ാം മിനിറ്റിൽ ബോക്സിന് പുറത്തു വെച്ച ഇംഗ്ലണ്ട് പ്രതിരോധ നിരയെ കബളിപ്പിച്ച മെസ്സി നൽകിയ മനോഹരമായ ഒരു പാസ് എൻസോ ഫെർണാണ്ടസ് സ്വീകരിച്ചു. പ്രതിരോധ താരങ്ങൾ ഓടിയെടുക്കുന്നതിന് മുൻപ് എൻസോ ഉതിർത്ത ഒരു ലോങ് റേഞ്ച് റോക്കറ്റ് ഷോട്ട്
ഇംഗ്ലണ്ട് ഗോൾ കീപ്പർ പിക്ഫോർഡിന് ഒരു അവസരവും നൽകാതെ വലയുടെ കോർണറിലേക്ക് തുളച്ചു കയറി. സ്റ്റേഡിയം ആകെ അർജന്റീനൻ ആരാധകരുടെ ആർപ്പുവിളികളാൽ പ്രകമ്പനം കൊണ്ടു. അർജന്റീന 1-1 ഒപ്പമെത്തി. എന്നാൽ കളി അവിടെയും തീർന്നില്ല. മത്സരം അധിക സമയത്തേക്ക് നീങ്ങുമെന്ന് കരുതിയിരിക്കെ ഇഞ്ചുറി ടൈമിന്റെ 2-ാം മിനിറ്റിൽ, കൃത്യമായി പറഞ്ഞാൽ 92-ാം മിനിറ്റിൽ മെസ്സി വീണ്ടും വിസ്മയം തീർത്തു. വിങ്ങിൽ നിന്നും മെസ്സി ബോക്സിലേക്ക് അളന്നു മുറിച്ച രീതിയിൽ ഒരു മനോഹരമായ ക്രോസ് നൽകി. കൃത്യമായി പാഞ്ഞു വന്ന പന്തിനെ സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങിയ ലോട്ടാറോ മാർട്ടിനസ് അതിമനോഹരമായ ഒരു ഹെഡറിലൂടെ ഗോൾ വലയിലേക്ക് തിരിച്ചുവിട്ടു. ഇംഗ്ലണ്ടിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അർജന്റീന 2-1 മുന്നിലെത്തി. ഈ വിജയ ഗോൾ പിറന്ന നിമിഷത്തിൽ നായകൻ ലയണൽ മെസ്സി ഗ്രൗണ്ടിൽ മുട്ടുകുത്തി ആനന്ദ കണ്ണീരോടെ ആഘോഷിച്ചത് കാണികളുടെ കണ്ണു നിറയ്ക്കുന്ന കാഴ്ചയായിരുന്നു. എന്തുകൊണ്ടാണ് താൻ ഫുട്ബോൾ ലോകത്തെ മിഷിക എന്നറിയപ്പെടുന്നത് എന്നൊരിക്കൽ കൂടി തെളിയിക്കുന്ന നിമിഷം. ലയണൽ സ്കലോണിയുടെ കൃത്യമായ സമയത്തുള്ള സബ്സ്റ്റിറ്റ്യൂഷനുകളും മെസ്സിയുടെ അസാധാരണമായ പ്ലേ മേക്കിംഗ് മികവുമാണ് അർജന്റീനയെ ഈ അവിശ്വസനീയ വിജയത്തിലേക്ക് നയിച്ചത്. വെറും 5 മിനിറ്റിൽ ഇംഗ്ലണ്ടിന്റെ സ്വപ്നങ്ങൾ തകർത്തുകൊണ്ട് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന തുടർച്ചയായ 2-ാം തവണയും ലോകകപ്പ് ഫൈനലിലേക്ക് യോഗ്യത നേടി. ജൂലൈ 20 ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനലിൽ ശക്തരായ സ്പെയിനാണ് അർജന്റീനയുടെ എതിരാളികൾ. മെസ്സിയുടെ കരിയറിലെ അവസാന ലോകകപ്പ് ഡാൻസ് ഒരു കിരീട നേട്ടത്തോടെ തന്നെ അവസാനിക്കുമോ എന്നാണ് എനിക്ക് കാത്തിരുന്നു കാണേണ്ടത്. ഈ ആവേശകരമായ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.